ഹായ് ഡിയേഴ്സ്, നമുക്കൊരു ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ചെയ്തെടുത്താലോ? അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ലെഗ് പീസ് ഉണ്ട്. ഇത് മാളിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നോർമൽ രീതിയിൽ സാധാ മസാല എല്ലാം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതേ ചെറിയ ഉള്ളിയിൽ അത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്. കളറിനാണെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, മസാല ചേർക്കുന്നുണ്ട്, ക്രഷ്ഡ് ചില്ലി നമ്മൾ ചതച്ച മുളകില്ലേ അത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി. അത് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഓരോ ലെഗ് പീസിലായിട്ട് ഈ മസാല എല്ലാം ഒന്ന് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി മസാല ഈ ചിക്കൻ പീസിലെല്ലാം പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ടൈം ഇല്ലാത്തവർ പാൻ എടുക്കുക, എണ്ണ ചൂടാക്കി പൊരിച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് എണ്ണയുടെ കളർ വ്യത്യാസം വേറെ ഒന്നുമല്ല, ലിവർ ഫ്രൈ ചെയ്തിരുന്നു അതിൻ്റെയാണ് കേട്ടോ. മസാല എല്ലാം നന്നായിട്ട് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതിലേക്ക് എന്താ സൗണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ലെഗ് പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഇതെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിടുകയാണ്, ഓരോ സൈഡ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എണ്ണ എടുക്കണമെന്നില്ല, കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്തൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചിക്കൻ മുങ്ങി പൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. എല്ലാ പീസും ഇതേ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ തീരും കേട്ടോ. ലെഗ് പീസ് ആയതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കുന്നതേ അറിയുള്ളൂ, തീരുന്നതേ അറിയില്ല. ഇതിപ്പോൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ കുറച്ച് മന്തി റൈസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ പീസില്ല, ഞാൻ അപ്പോൾ തന്നെ ഒരു ചട്നിയും സാലഡും ആക്കി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.